The promise must be for paying certain sum of money. പണം നൽകാം എന്നുള്ള ഒരു പ്രോമിസിലായിരിക്കാം പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Then the maker must sign. മേക്കർ അതായത് ആരാണോ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന അയാൾ അതെന്തായാലും എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോമിസറി നോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അത് മേക്കർ സൈൻ ചെയ്തിരിക്കണം. അതേപോലെ പണത്തിന്റെ ഡീലിങ്സ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് പറഞ്ഞു, അൺകണ്ടീഷണൽ ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, അൺകണ്ടീഷണലും ആയിരിക്കണം. അതേപോലെ മേക്കർ നിർബന്ധമായിട്ടും സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പ്രോമിസറി നോട്ടിൽ വരുന്നത്. അതേപോലെ റൈറ്റിംഗ് ഫോർമാറ്റ് ഷുഡ് ബി റൈറ്റിംഗ് ഫോർമാറ്റിലായിരിക്കണം. പിന്നെ എന്താണ്, അതിന്റെ കുറെ സ്പെസിമെൻ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യില്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരു രണ്ട് പാർട്ടീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇത് അണ്ടർ സെക്ഷൻ 4 ആണ് പ്രോമിസറി നോട്ടെങ്കിൽ, ഇത് സെക്ഷൻ 5 ആണ്. എന്ത് സെക്ഷൻ 5 ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ സെക്ഷൻ 5ഉം പ്രോമിസറി നോട്ട് സെക്ഷൻ 4ഉം ആണ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എന്താ, സെക്ഷൻ 5 പ്രകാരം bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay sum of money only to the order of certain person to the bearer of the instrument. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ സെയിം തന്നെയാണ് വരുന്നത് ഇതിലും. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചില് എന്താ പറയാ, പിന്നെന്താണ്, ടൈം ഓഫ് പേയ്മെന്റ് മെൻഷൻ ചെയ്തിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ചില്. അതേപോലെ പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് സർട്ടൻ പീരീഡ്. അതായത് ഒരു അത് ഇൻസ്റ്റാൾമെന്റിലായിരിക്കുമല്ലോ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും നൽകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പം അതിന്റെ പീരീഡ് ഓഫ് എത്ര സമയത്തിനുള്ളിൽ അടച്ച് തീർക്കാം എന്നുള്ള പീരീഡ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഫോർമാറ്റിൽ. പ്രോമിസറി നോട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റൈറ്റിംഗ് ഫോർമാറ്റിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. ദെൻ സൈൻഡ് ബൈ ദി ഡ്രോയർ. മറ്റേത് മേക്കർ ആയിരുന്നെങ്കിൽ പ്രോമിസറി നോട്ടിൽ മേക്കർ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ്, ഇവിടെ പേഴ്സൺ മേക്കർ എന്നാണോ പറയുക, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അല്ല, ഡ്രോയർ എന്നാണ്. ഡ്രോയറും ഡ്രോയാണ് ഉണ്ടാവുക. അപ്പൊ ഡ്രോയർ മസ്റ്റ് ആയിട്ടും സൈൻ ചെയ്തിരിക്കണം. ഡ്രോയർ മസ്റ്റ് ബി എ സർട്ടൻ പേഴ്സൺ ആയിരിക്കണം. പിന്നെ ദ പേയി മസ്റ്റ് ബി എ സർട്ടൻ. അതേപോലെ പേയി ആരാണോ പണം നൽകുന്നത് അയാളാണ് പേയി എന്ന് പറയുന്നത്. അയാൾ ഒരു പേഴ്സൺ ആയിരിക്കണം, ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഡ്രോയും ഒരു പേഴ്സൺ ആയിരിക്കണം. ദ എമൗണ്ട് ഓർ മസ്റ്റ് ബി സർട്ടൻ. അത് എത്ര എമൗണ്ട് കൊടുക്കാം, എത്ര എമൗണ്ടിനാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ പേയ്മെന്റ് ഏത് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ നൽകേണ്ടത്, മണി ഫോർമാറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം, ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ളത്. അതായത് പ്രോമിസറി നോട്ട് ദ മേക്കർ അൺകണ്ടീഷണലി അണ്ടർടേക്സ് ടു പേ, വേറെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദ മേക്കർ ഗീവ്സ് അൺകണ്ടീഷണൽ ഓർഡർ. അതായത് മേക്കർ അൺകണ്ടീഷണലി അണ്ടർടേക്സ് ടു പേ ആണ് പ്രോമിസറി നോട്ട്. ബട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണ്, അൺകണ്ടീഷണൽ ഓർഡർ ആണ്, ഡയറക്ടിങ് എ സർട്ടൻ പേഴ്സൺ ഓർ അതർ ദാൻ ഹിംസെൽഫ് ടു പേ. ഓക്കെ, then make of bill of exchange is called drawer ആണ്. bill of exchangeലെ മേക്കർ നമ്മൾ എന്താ പറയുന്നത്, ഡ്രോയർ ആണ്. അതൊരു പേഴ്സൺ ആയിരിക്കും. then maker of promissory നോട്ടിലെ പ്രിപ്പയർ ചെയ്യുന്ന ആളെന്താ നമ്മൾ പറയുന്നത്, മേക്കർ എന്നാണ് പറയുന്നത്. then maker of the promissory note becomes principal debtor. ഓക്കെ, അതായത് promissory നോട്ടിലെ മേക്കർ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണ്. and he accepts the primary liability to pay ആണ് എവിടെ, പ്രോമിസറി നോട്ടിൽ. whereas bill of exchange it is only when the drawee fails to pay the drawer to be liable to surety. bill of exchange ഡ്രോയിക്കാണ് എന്തുള്ളത്, പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം മറ്റേ ആളൊരു ഷുവറിറ്റി ആണ് ആര്, ഡ്രോയർ എന്ന് പറയുന്നത്. then bill of exchange require 3 പാർട്ടീസ് ഉണ്ടാവും. എവിടെ, bill of exchange എപ്പോഴും 3 പാർട്ടീസ് ഉണ്ട്, ഡ്രോയർ, ഡ്രോയേ ആൻഡ് പേയി. ബട്ട് പ്രോമിസറി നോട്ടിലോ 2 പാർട്ടീസേ ഉണ്ടാവുള്ളൂ. അതായത് അത് രണ്ടും ഡിഫറെന്റ് പേഴ്സൺസും ആയിരിക്കും. അപ്പൊ അത്രയും ഡിഫറൻസസ് ആണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ളത്.
പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 4 പ്രകാരമാണ്. അതിൽ 2 പാർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 ആണ് വരുന്നത്. 3 പാർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക്. ഒന്നാമത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എത്താ 1881 ആണ്. ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ഈസ് എൻ ഇലക്ട്രോണിക് ഫോം, മീൻസ് എ ചെക്ക് വിച്ച് കണ്ടെയ്ൻസ് എൻ എക്സ്ട്രാക്ട് മിറർ ഇമേജ് ഓഫ് പേപ്പർ ചെക്ക് ആൻഡ് ഈസ് ജനറേറ്റഡ്. അതായത് ചെക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആരാണ് ഡ്രോ ചെയ്യുക? ചെക്ക് എപ്പോഴും ഒരു പേഴ്സണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചെക്ക് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് എന്നാണ്. ഓക്കെ, ബാങ്ക് ആണ് നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രോണിക് എന്താ പറയുക ഫോമിലാണ്. ചെക്ക് ഈസ് therefore a kind of bill of exchange. ചെക്ക് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മോഡാണ് ചെക്ക് ഉണ്ടാവുക. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ, മസ്റ്റ് കണ്ടെയ്ൻ അൺകണ്ടീഷണൽ ഓർഡർ ഫോർ പേയ്മെന്റ് ഓഫ് certain സം ഓഫ് മണി. അതായത് അതും ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ്. അതേപോലെ certain സം ഓഫ് മണി എന്താ പറയാ പേയ്മെന്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ആണ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് മോഡാണ് ചെക്ക് ഉണ്ടാവുക. അത് മസ്റ്റ് ആയിട്ട് ആര് സൈൻ ചെയ്തിരിക്കണം? മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകുമ്പോൾ ഡ്രോയർ ആണ് വരുന്നത്. ഡ്രോയർ സൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആരായിരിക്കും? ഒരു ബാങ്കറെ സൈൻ. ഒരു ബാങ്കിന്റെ എല്ലാ ചെക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ സൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ദ ചെക്ക് ഷുഡ് നോട്ട് ഹാവ് എനി കണ്ടീഷൻ അറ്റാച്ച്ഡ് ഫോർ മേക്കിംഗ് ദ പേയ്മെന്റ്. അതായത് ചെക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഇല്ല, നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ചെക്ക് വരുമ്പോൾ കണ്ടീഷന്റെ ബേസിലാണ് നമ്മൾ ചെക്ക് സൈൻ ചെയ്യുന്നത്. അല്ല, ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും ചെക്ക് എന്ന് പറയുന്നത്. അത് ഓൺലി ഫോർ മേക്കിംഗ് എന്തിനാ? പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. മെയിൻ ആയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീലി റിട്ടൺ ഫോർമാറ്റിൽ ഡോക്യുമെന്റ് ആയിരിക്കും, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ മേക്കിംഗ് പേയ്മെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ വരുന്ന 3 കാര്യങ്ങളാണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും. ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. മറ്റത് പേഴ്സൺസ് മേക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതേ അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും ചെക്ക്. ഇതൊക്കെ ഓരോ കണ്ടീഷൻ ബേസിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ.